ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പുതിയ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ പഠിക്കാനെത്തുന്ന ഇന്ത്യക്കാരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. വിദ്യാർത്ഥികളുടെ നിയമപരമായ സ്ഥിരതാമസവും പഠനവും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ പറയുന്നതനുസരിച്ച് ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ നയം പെട്ടെന്നുള്ള നാടുകടത്തലുകൾക്ക് വഴിയൊരുക്കും എന്നാണ്. വിദേശ വിദ്യാർത്ഥികളുടെ പഠനാനുമതി റദ്ദാക്കാനുള്ള സർക്കാരിൻ്റെ പല നീക്കങ്ങളെയും ഇത് സാധൂകരിക്കും. പുതിയ നിയമം അനുസരിച്ച് ഒരു വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയാൽ അവർക്ക് അമേരിക്കയിൽ പഠനം തുടരാനോ ജോലി ചെയ്യാനോ കഴിയില്ല. അസോസിയേറ്റഡ് പ്രസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുമ്പത്തെ നിയമങ്ങൾ അനുസരിച്ച് ഒരു വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയാലും അവർക്ക് പഠനം പൂർത്തിയാക്കാൻ അനുമതി ഉണ്ടായിരുന്നു. രാജ്യം വിട്ടുപോയാൽ പിന്നീട് തിരികെ വരാൻ കഴിയില്ലെന്ന് മാത്രം. ചിലർ വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാറ്റസ് റദ്ദാക്കിയതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളുടെ വാദത്തിനിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത്. പല കേസുകളിലും സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിച്ചതെന്ന് ജഡ്ജിമാർ കണ്ടെത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ നിയമപരമായ സ്ഥിതി റദ്ദാക്കുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ICE കോടതിയിൽ ഒരു രേഖ സമർപ്പിച്ചു. വിസ റദ്ദാക്കൽ ഒരു കാരണമായി കണക്കാക്കാമെന്ന് ഈ രേഖയിൽ പറയുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വിസ റദ്ദാക്കാനും വിദ്യാർത്ഥികളെ നാട് കടത്താനും അധികാരം നൽകുന്നുണ്ടെന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ അഭിഭാഷകനായ ബ്രാഡ് ബാനിയാസ് AP-യോട് പറഞ്ഞിരിക്കുന്നത്. വിസ റദ്ദാക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പഠനാനുമതി റദ്ദാക്കാനുള്ള കാരണമായി കണക്കാക്കിയിരുന്നില്ല. എന്നാൽ പുതിയ നിയമം ICEയുടെ അധികാരം വർദ്ധിപ്പിക്കുന്നുവെന്ന് ബാനിയാസ് പറയുന്നു. പുതിയ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പേരുകൾ ക്രിമിനൽ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ സ്റ്റാറ്റസ് റദ്ദാക്കാൻ കഴിയും. ഇത് മുൻപ് അനുവദിച്ചിരുന്നില്ലെന്ന് അറ്റ്ലാന്റയിലെ ഇമിഗ്രേഷൻ അറ്റോർണി ചാൾസ് കുക്ക് പറഞ്ഞു. 2025 ജനുവരി 20 മുതൽ ഏകദേശം 4736 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സെവിസ് റെക്കോർഡുകൾ ICE റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ചൈനീസ്, നേപ്പാളി, ദക്ഷിണ കൊറിയൻ, ബംഗ്ലാദേശി വിദ്യാർത്ഥികളും ഈ നടപടിക്ക് ഇരയായിട്ടുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. സെവിസ് എന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ നൽകുന്ന ഒരു ഓൺലൈൻ ഡാറ്റാബേസ് ആണ്. ഒരു വിദ്യാർത്ഥിയുടെ സെവിസ് റെക്കോർഡ് റദ്ദാക്കിയാൽ അവർക്ക് പഠനം തുടരാനോ OPT പോലുള്ള പ്രോഗ്രാമിന് കീഴിൽ ജോലി ചെയ്യാനോ കഴിയില്ല. OPT എന്നത് വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ഒരു നിശ്ചിത കാലയളവിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാഫിക് നിയമലംഘനം നടത്തിയവരെയും യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ലംഘിച്ചവരെയുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ചിലരുടെ പേരുകൾ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അവർക്കെതിരെ ഒരു കേസും നിലനിൽക്കില്ല. ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥികളെ എങ്ങനെ കുറ്റവാളിയാക്കി മുദ്രകുത്തിയെന്ന് നോക്കാം. കോടതി രേഖകൾ പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നാഷണൽ ക്രൈം ഇൻഫർമേഷൻ സെന്ററിലേക്ക് അയച്ചു. ഇത് FBI നടത്തുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ഇതിൽ കുറ്റകൃത്യങ്ങളുടെ ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടാകും. ഈ രേഖകളിൽ സംശയിക്കുന്നവരുടെ പേരുകൾ, കാണാതായ വ്യക്തികളുടെ പേരുകൾ, അറസ്റ്റിലായ ആളുകളുടെ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കുറ്റം ചുമത്തിയില്ലെങ്കിൽ പോലും അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ഇതിൽ ഉണ്ടാകും. അമേരിക്കൻ നിയമത്തിലെ തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി എന്ന അടിസ്ഥാന തത്വം പാലിക്കാതെയാണ് ഈ നടപടികൾ സ്വീകരിച്ചതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട്. വ്യക്തിഗതമായി പരിശോധിക്കാതെയാണ് കൂട്ടത്തോടെയുള്ള ഈ നടപടി ആരംഭിച്ചത്. ജില്ലാ ജഡ്ജി അന്ന റേയസ് ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പറഞ്ഞത് ഏകദേശം 6400 വിദ്യാർത്ഥികളെ ഡാറ്റാബേസിൽ കണ്ടെത്തി എന്നാണ്. ഇത്രയധികം വിദ്യാർത്ഥികളെ ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും പലരും ആശങ്കപ്പെടുന്നുണ്ട്.